നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. സർ നമസ്കാരം. സർ നമസ്കാരം. സർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അവസാനം വന്നു നിൽക്കുന്ന വാർത്തകളിൽ തന്ത്രിയെ വെറുതെ ഈ സർക്കാർ അകത്താക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രതീതിയല്ല ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നത്. അത് അവസാനം കോൺഗ്രസ് ഇപ്പോൾ അത് BJPയിൽ വരെ നിൽക്കുന്നു. ഒരു രാഷ്ട്രീയ ആയുധം തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാൻ BJP അത്ര കണ്ടങ്ങ് ഇടപെടുന്നില്ലെങ്കിലും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. സർക്കാർ പ്രതിരോധത്തിൽ ഈ വിഷയത്തിൽ ആണോ? ഇതാണ് സർ ആദ്യത്തെ എൻ്റെ ചോദ്യം. രണ്ടാമത് ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ഈ സ്വർണ്ണപ്പാളി കട്ടളയിലെ സ്വർണ്ണപ്പാളിയും ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും കഴിഞ്ഞിട്ട് ഇപ്പൊ കൊടിമരത്തിലെ കൊടിമരം സ്വർണം പൂശിയയിലേക്ക് CPM-ന്റെ എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കോൺഗ്രസിനെ ലാക്കാക്കി ഭരണപക്ഷം പോകുമ്പോൾ സർ, എന്തൊക്കെയോ ചില ഉരുണ്ടുകൂടലുകൾ, എന്തൊക്കെയോ ചില പ്ലാനുകൾ ഭരണപക്ഷം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നു. ഉണ്ടാകുന്നത് ശരിയാണോ? കാര്യം നമ്മളൊക്കെ ഒരു രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു സാർ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമുക്ക് ആദ്യം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം തന്നെ നോക്കാം. അതെ, ഇപ്പൊ എല്ലാവർക്കും തന്ത്രിയോട് വലിയൊരു സ്നേഹമായിരിക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഒട്ടേറെ പേര് പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ട്. SIT അറസ്റ്റ് ചെയ്ത് ഒട്ടേറെ പേര് വന്നിട്ടുണ്ട്. അതിനകത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ടായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ കമ്മീഷണർമാരായിട്ടുള്ള ആളുകളുണ്ട്, ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ആളുകളുമാണ്. ഇതിലൊരാള് മുൻ കോന്നി MLA ആയിരുന്നു. കോന്നി MLA-യും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഇപ്പൊ ജില്ലാ കമ്മിറ്റി മെമ്പറുമായ പത്മകുമാറാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും കാണിക്കാത്ത ഒരു താല്പര്യം ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരിക്കുന്നു. ആ താല്പര്യം വന്നിരിക്കുന്നത് ഇപ്പൊ പ്രധാനമായിട്ട് UDF-നും BJP-ക്കുമാണ്. UDF-ഉം BJP-യുമാണ് ഈ ഒരു കാര്യത്തില് ഒരു അമിതമായ താല്പര്യം എന്ന് നമുക്ക് സംശയിക്കാം. ആ രീതിയിലേക്കാണ് അവര് തന്ത്രിക്ക് വേണ്ടി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത്, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയ സമയത്താണ് ഈ ഒരു അവസരമാക്കി കണ്ടുകൊണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു അവസരമാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്ത്രിക്ക് വേണ്ടി അവർ രംഗത്ത് വരികയാണ്. കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിന് 41 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജാമ്യം കൊടുത്തിരുന്ന സമയത്ത് വിജിലൻസ് കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിനെതിരെ പ്രത്യക്ഷമായിട്ട് ഒരു തെളിവുമില്ല, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ജാമ്യം കൊടുത്ത് വിടുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ജാമ്യ വ്യവസ്ഥകളൊക്കെ വളരെ കൃത്യമായ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത്. ഇന്നിപ്പോ നമ്മൾ അറിയുന്നത് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ ഇപ്പൊ മറ്റു പരിശോധനകൾക്കായിട്ട് തിരുവനന്തപുരത്തിലെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. അപ്പൊ ആ സാഹചര്യം കൂടെ നമ്മൾ വിലയിരുത്തണം. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അടുത്ത ആഴ്ച ED ചോദ്യം ചെയ്യാനിരിക്കുകയായിരുന്നു. EDയുടെ നോട്ടീസ് ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഹാജരാകേണ്ടതാണ്, EDക്ക് മുമ്പിൽ ഹാജരാകേണ്ടതായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാകാം ചിലപ്പോൾ EDയുടെ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നീട്ടിവെച്ചേക്കാം. അപ്പൊ ഈ സമയത്താണ് EDക്ക് വേണ്ടിയിട്ട് എന്തിനാണ് UDF-ഉം പ്രത്യേകിച്ച് BJP-യും കൂടെ ശക്തമായ സമരത്തിലേക്ക് ചെറിയൊരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് സംശയിക്കാം, അത് രാഷ്ട്രീയം നമുക്ക് സംശയിക്കാം അത്തരം കാര്യങ്ങളിൽ. കാരണം ഇപ്പൊ സ്വർണ്ണക്കൊള്ള കേസിനകത്ത് പ്രധാനമായിട്ടും പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് LDF-ന്റെ ആളുകളാണ്. ഇടതുപക്ഷ മുന്നണിയാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അവരുടെ ആളുകളൊക്കെയാണല്ലോ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു മറുമരുന്നായിട്ട് തന്ത്രിയെ പിടിച്ചതാണോ? തന്ത്രിയെ പിടിച്ചുകൊണ്ട് പെട്ടെന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചതാണോ? ശബരിമല തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വശം കൂടെ ഉണ്ട്. രാഷ്ട്രീയക്കാരനെ പോലെ അല്ലല്ലോ അദ്ദേഹം. ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിന്റെ തന്ത്രി ആയതുകൊണ്ട് അത്തരം വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? അത് മാത്രമല്ല, അദ്ദേഹം കൊടുത്ത സത്യവാങ്മൂലത്തിനകത്തിൽ 1-2 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നെ ഈ കേസിൽ കുടുക്കിയതാണ്, ഞാൻ നിരപരാധിയാണ്. ശബരിമലയിൽ 2018 സംസ്ഥാന സർക്കാർ ഒരു സുപ്രീം കോടതി ഉത്തരവിന്റെ മറവില് യുവതികളെ പോലീസ് അകമ്പടിയോടെ ശബരിമലയിൽ കയറ്റി. ആ സമയത്ത് ഞാൻ എതിർത്തിരുന്നു. ഞാൻ ആ നടപടിയെ എതിർത്തിരുന്നതാണ്. അതോടൊപ്പം തന്നെ ശബരിമല യുവതികൾ കയറിയാൽ ഞാൻ നടയടയ്ക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നോട് വൈരാഗ്യമുണ്ട്, ഈ ഇടതുപക്ഷ സർക്കാരിന് എന്നോട് വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് എന്നെ മനഃപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വീണ്ടും 2018 തന്ത്രി കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കുക, കൃത്യമായിട്ട് അത് രാഷ്ട്രീയം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ സത്യവാങ്മൂലത്തിൽ കൂടെ പ്രകടമാകുന്നത്
ഒരു രാഷ്ട്രീയ ചിത്രം കൂടാണ് വെളിവാകുന്നത്. അപ്പൊ അത് മുതലാക്കുകയാണോ അന്ന് സമരത്തുണ്ടായിരുന്ന LDF-നെതിരെ സമരത്തിലുണ്ടായിരുന്ന UDF-ഉം BJP എന്ന് നമുക്ക് സംശയിക്കാം. ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, തന്ത്രിയോട് പ്രത്യേകിച്ച് എന്താണ് ഈ ഒരു കാര്യത്തിൽ ഒരു സ്നേഹം വന്നെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഇതാണ് അതിന്റെ രാഷ്ട്രീയ അടിത്തറ എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതിൽ നിന്നാണ് ഒരു കേസിന്റെ മറ്റ് തീരുമാനിക്കുന്നത് നമ്മളാരും അല്ലല്ലോ, രാഷ്ട്രീയ പാർട്ടികളൊന്നും അല്ല തീരുമാനിക്കുന്നത്. ഇതൊരു താഴത്തെ കോടതിയാണ്. ഒരുപക്ഷെ ഹൈക്കോടതി ചെല്ലാം. ഹൈക്കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കേസിനകത്ത് എന്താണ് വിധി വരാൻ പോകുന്ന അറിയത്തില്ല. ആ സമയത്ത് അവരെല്ലാം കാലുമാറുമെന്നും അറിയത്തില്ല. തന്ത്രിക്കെതിരെ വലിയ ശക്തമായ തെളിവുകളൊക്കെ SIT നിരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും ജാമ്യം റദ്ദാക്കി ജയിലിലേക്കൊക്കെ പോകേണ്ട സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ചിലപ്പോൾ മാറുകയും ചെയ്യാം. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നില്ലല്ലോ. എന്തായാലും ഈ 2 മാസം ഈ തെരഞ്ഞെടുപ്പ് കാലം വരെ മാർച്ച് ഏപ്രിൽ ഒന്ന് കഴിഞ്ഞ് കിട്ടുക, അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് അയ്യപ്പദാസ എനിക്ക് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൊടിമര നിർമ്മാണവും ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ SITയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടായിരുന്ന 2017 മുതൽ 25 വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലത്ത് നടന്ന തട്ടിപ്പും വെട്ടിപ്പും അഴിമതി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതൊരു ചെയിനാണ്. ശബരിമലയിലെ കൊള്ള എന്ന് പറയുന്ന ഒരു ചെയിനാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പീരീഡ് വെച്ചിട്ട് അതിനെ നമുക്ക് നിശ്ചയിക്കാൻ ഒക്കത്തില്ല. പുറമോട്ട് അന്വേഷിച്ച് പോകുമ്പോൾ ഇതിനെക്കാട്ടിൽ പറഞ്ഞിട്ട് പിടിച്ചതിനെക്കാട്ടിൽ വലിയത് മാളത്തിലുണ്ടെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൊടിമരം ഇതിനകത്ത് കടന്നു വന്നത്. കൊടിമരം പുനഃപ്രതിഷ്ഠ നടന്നത് 2017 അപ്പൊ അതിന് മുമ്പാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ ആ സമയത്ത് UDF-ന്റെ ഭരണസമിതിയാണ് നിലവിലുള്ളത്. കോൺഗ്രസ് ഭരണസമിതിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ഉണ്ടായിരുന്നത്. മെമ്പറായിട്ട് അജയ് തറയിലും പിന്നെ CPM-ന്റെ ഒരു നോമിനിയും വന്നിട്ടുണ്ട്. K. രാഘവൻ എന്ന് പറഞ്ഞൊരു നോമിനിയും വന്നിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ 2 മെമ്പർമാരും പ്രസിഡന്റായിട്ട് പ്രയാറുമാണ്. പ്രയാർ ഒന്നും ജീവിച്ചിരിപ്പില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ കൊടിമര നിർമ്മാണത്തിനകത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിനകത്തിൽ സംശയിക്കത്തക്കതായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അന്വേഷണത്തിന്റെ വിധേയമായിട്ട് വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. അവർ ചില റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ SITക്കും സംശയാസ്പദമായ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കൊടിമരത്തിന് എന്തിനാണ് കൊടിമരം മാറ്റിയത്? അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ശബരിമലയില് കോൺക്രീറ്റ് കൊടിമരമായിരുന്നു. കോൺക്രീറ്റിന്റെ പുറത്ത് ചെമ്പ് പറകൾ നിറച്ച് ഇറക്കിയിരിക്കുന്ന കൊടിമരം, അതേ സ്വർണം പൂശിയതാണ്. അങ്ങനെയുള്ള കൊടിമരം എന്തിനാണ് മാറ്റിയത്? അന്ന് ഉയർന്നു വന്ന വാദം എന്ന് പറയുന്നത് ഈ കൊടിമരത്തിന്റെ തൂണ്, ഈ കോൺക്രീറ്റ് തൂണിനകത്ത് പൊട്ടലുണ്ടെന്നാണ് പറയുന്നത്. പൊട്ടലും വിള്ളലും ഒക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് മാറ്റിയെന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരാൾക്കും കാണാൻ സാധിക്കത്തില്ല. നമ്മളൊരു കോൺക്രീറ്റിൽ ഉണ്ടാക്കിയ ഒരു രൂപത്തിനകത്ത് ചെമ്പ് പറകൾ ഇറക്കി അതിന്റെ മുകളിൽ സ്വർണം പൂശിയിരിക്കുകയാണ്. അതിനകത്ത് പൊട്ടലുണ്ടായാൽ എങ്ങനെ കാണാൻ പറ്റുന്നത്? നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരാൾക്ക് നേരിട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ പൊട്ടലൊക്കെ അകത്തിരിക്കുന്ന ഒരു വസ്തുവാണത്, പ്രത്യേകിച്ച് കോൺക്രീറ്റുമാണ്. അപ്പോൾ പറഞ്ഞത് അത് ദേവപ്രശ്നത്തിൽ കൂടെ മനസ്സിലാക്കിയതെന്നാണ്. ശബരിമല സന്നിധാനത്ത് കുറെ ദൈവജ്ഞന്മാർ വന്നിരുന്ന് അവരാണ് ഇത് പറഞ്ഞതെന്നാണ് പറയുന്നത്. അവർക്ക് അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ 6-ാം ഇന്ദ്രിയം കൊണ്ട് അവരത് മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. നമ്മളെ പോലെ ഉള്ള ദൈവജ്ഞന്മാർ ഒരു പക്ഷെങ്കിൽ ഈ ഇതൊക്കെ നിരത്തി കഴിഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. അതാണല്ലോ ദേവപ്രശ്നം നമ്മൾ നടത്തുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇത് പൊളിച്ചത്, കൊടിമരം പൊളിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഇതിനകത്തിലേക്ക് ഒരുപാട് സ്വർണം, ഏതാണ്ട് 3.25 കോടി രൂപയാണ്, 3.25 കോടി രൂപയുടെ സ്വർണമാണ് ഹൈദരാബാദിലെ ഒരു ഗ്രൂപ്പ് കൊടുത്തത്. പിന്നെ അത് കൂടാതെ ഒരുപാട് സിനിമാ നടന്മാരും ഭക്തന്മാരും ഒക്കെ ഒരുപാട് സ്വർണ്ണമൊക്കെ സംഭാവനയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒന്നും രേഖകളൊന്നും കൃത്യമായിട്ടില്ല എന്നുള്ളതാണ് ആരോപണം വന്നിരിക്കുന്നത്. ഈ വാങ്ങിച്ച സ്വർണത്തിന് ഇത് ഇല്ലാത്ത ആരൊക്കെയോ സ്വർണം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സുരേഷ് ഗോപി അടക്കം, സുരേഷ് ഗോപി, മോഹൻലാൽ അവരൊക്കെ സ്വർണം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇഷ്ടം പോലെ ഭക്തന്മാർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആകെ 27 പേര് കൊടുത്ത സ്വർണത്തിന്റെ കണക്ക് മാത്രം, അത് മാത്രമേ ദേവസ്വത്തിന്റെ രേഖകളിലുള്ളൂ. അതിൽ തന്നെ ചിലരുടെ ഒന്നും പേരുകളില്ല. ഒരു ഭക്തൻ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. അപ്പൊ സ്വർണം സംബന്ധിച്ച് കൃത്യമായ രേഖകളില്ല. പിന്നെ ഇതിന് പണപ്പിരിവ് നടന്നു എന്ന് പറയുന്നു, ഇതിന്റെ പേരിൽ പണപ്പിരിവ് നടന്നു എന്ന് പറയുന്നു. പക്ഷെ കൊടിമരത്തിന്റെ വേണ്ട മുഴുവൻ തുകയും ഈ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. തെലങ്കാന ഉള്ള ആ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ബാക്കി പണവും സ്വർണവും ഒക്കെ എങ്ങോട്ട് പോയി? അതാണ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്ത് UDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്, UDF ഭരണസമിതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് കൂടെ അന്വേഷണം കയറി വരികയാണ്. ദേവസ്വം വിജിലൻസ് ഒരു പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ സംസ്ഥാന വിജിലൻസും അന്വേഷിക്കുന്നുണ്ട്. അവരുടെ ഒരു ഫൈനൽ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് വരും. അതിനുശേഷമാണ് SIT ഒരു പക്ഷെങ്കിൽ വേറെ ഒരു ടീമിനെ തന്നെ ഉണ്ടാകാം. SITയുടെ മറ്റൊരു ടീം തന്നെ ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ നിലവിലുള്ള ഇവരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാം. അത് കോടതിയുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ തീരുമാനമാണ്. അപ്പൊ ചുരുക്കത്തിൽ വരാൻ പോകുന്നത്
കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയും ഇതിനകത്തേക്ക് വരും. അപ്പൊ ആ തെളിവുകൾ, അതിന്റെ റിപ്പോർട്ടുകളൊക്കെ ഒരു പക്ഷെങ്കിൽ ഇലക്ഷന് മുമ്പേ ഈ മാർച്ചിലൊക്കെ കോടതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് അല്ലെ, ഒരു ഭാഗത്ത് LDF ആണെങ്കിൽ ഒരു ഭാഗത്ത് UDF അതിനെ ബാലൻസ് ചെയ്യും. അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് രാഷ്ട്രീയം. ഇപ്പൊ ശബരിമലയിൽ നിന്ന് ഞങ്ങൾ മാത്രമല്ല മോഷ്ടിച്ചിരിക്കുന്നത്, നിങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വരും. അതിന്റെ ഒരു വലിയ നീക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ തന്നെ കണ്ടില്ലേ, ഇന്ന് ഒരു പ്രധാന പത്രം, ജന്മഭൂമി പത്രത്തിന്റെ ഒരു പ്രധാന വാർത്ത കണ്ടില്ലേ അയ്യപ്പദാസെ? മാളികപ്പുറത്തമ്മയ്ക്ക് ഒരു ഭക്തൻ സമർപ്പിച്ചിരുന്ന 2.5 കിലോയുള്ള തങ്കയങ്കിയെ സംബന്ധിച്ച് സംശയം വന്നിരിക്കുകയാണ്. ആ പത്രം അങ്ങനെയാണ് എഴുതുന്നത്, തങ്കയങ്കി എവിടെ എന്നൊരു ചോദ്യചിഹ്നത്തോടാണ്. ഹരിപ്പാട് കരുവാറ്റക്കാരനായ അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാള് കൊടുത്തിരുന്നതാണ്. ഇന്നിപ്പോ അതിന് ഏതാണ്ട് 4 കോടി രൂപ വില വരുന്നതാണ്. ആ തങ്കയങ്കി അവിടെ ഉണ്ടോ എന്നൊരു കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു. അപ്പൊ അവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ, അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുന്നത് അതവിടെ രസീത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരുടെ പേരിലാണെന്നൊക്കെ ഉള്ളത് വെരിഫൈ ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് പത്രവാർത്ത വന്നിരിക്കുന്നത്. നോക്കുക, 4 കോടി രൂപ വില വരുന്ന തങ്കയങ്കിയാണ്. ഇതാണ് ദേവസ്വത്തിലെ അവസ്ഥ. നമ്മളൊരു ഭക്തനൊരു കാര്യം സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ രസീത് വാങ്ങിക്കുന്നില്ല. ഇനി അഥവാ വാങ്ങിച്ചാൽ തന്നെ കൃത്യമായിട്ട് പേരെഴുതുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ട ചുമതല നമുക്കും കൂടെ ഉണ്ട്, കൊടുക്കുന്ന ഒരാളിനും ഉണ്ട്. നമ്മുടെ പേരിൽ തന്നെയാണ് അതവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം കണ്ടെത്തണം. ഇതിപ്പോ ഇതിനെക്കാട്ടി വലിയ കേസാകും. ഇത് ഈ ജന്മഭൂമിയുടെ ഈ പ്രധാന വാർത്ത ശരിയാണെങ്കിൽ ഇതിനെക്കാട്ടി വലിയ കേസായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ശബരിമലയിൽ നടക്കുന്ന സ്ഥിതി. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാർച്ചിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൊണ്ടും കൊടുത്തും മുന്നേറും ശബരിമല വിഷയത്തിൽ. അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ രണ്ടുപേരും കൈയൊഴിയാനാണ് സാധ്യത. അതാണ് കൊടിമരം കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സർ, ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന ഇന്നലെ ഉണ്ടായിരുന്നു. അതായത് തന്ത്രി ഒരു ഈ പറയുന്ന പോലെ ജാതിയിൽ വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാൾ ബ്രാഹ്മണനായതുകൊണ്ട് തന്നെ തന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇപ്പോൾ വാസുവും പത്മകുമാറിനെ അല്ല, വാസുവിനെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. വാസു ഒരു SNDP കാരനായതുകൊണ്ട് വാസുവിനെ വല്ലാതെ കണ്ട് പറയുന്നുണ്ട്. അപ്പോൾ സാർ, ഇവിടെ ഇത് ഒരു കോമഡി ആയിട്ടില്ല സാർ തോന്നുന്നത്? ഇങ്ങനെ ഒരു സന്ദർഭത്തിലൊക്കെ ഇങ്ങനെ ഒരു വർത്തമാനമൊക്കെ വെള്ളാപ്പള്ളി പറയുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത എന്ത് വർത്തമാനമാണ് പറയുന്നത് സാർ? അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? എനിക്കും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധിച്ചു. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അദ്ദേഹത്തിന് മനസ്സിൽ വരുന്ന അഭിപ്രായം വെട്ടി തുറന്ന് പറഞ്ഞുകളയും. അതിനകത്തിലൊരു ബാലൻസ് അദ്ദേഹം സൂക്ഷിക്കാറില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും. ഇപ്പൊ മലപ്പുറത്ത് പോയിട്ട് മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞ പ്രസ്താവനകൾ നമ്മൾ കണ്ടില്ലേ. പറയാനുള്ളത് അങ്ങ് തീർത്ത് പറയുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ്. അത് അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഇവിടെയും ഒരു ചെറിയ ജാതി പ്രശ്നങ്ങള്, ഒരു ജാതി ചായ്വ് അതിനകത്ത് വന്നിട്ടുണ്ടോ നമുക്ക് സംശയിക്കാം. കാരണം തന്ത്രി ബ്രാഹ്മണനാണ്, ഉയർന്ന സമുദായമാണ്, അവർക്ക് വേണ്ടി പറയാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ പാവം വാസു ഒരു SNDP പ്രവർത്തകൻ എന്ന് പറയാനൊക്കത്തിൽ അതേ സമുദായത്തിൽപ്പെട്ട ഒരാളിന് വേണ്ടിയിട്ട്. പിന്നെ ശങ്കർദാസിന്റെ പേരും എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ശങ്കർദാസിന്റെ പേരും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടി പറയാൻ ആരുമില്ല. എല്ലാവരും ഉയർന്ന ജാതിക്കാർക്ക്, സവർണന് വേണ്ടി പറയാനേ ഉള്ളൂ, പിന്നോക്കക്കാരന് വേണ്ടി പറയാൻ ആളില്ല എന്നൊരു ഇതിനകത്തേക്ക് അത്തരം ഒരു രാഷ്ട്രീയം കൂടെ വെള്ളാപ്പള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ശീലമാണ്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞില്ലേ, വി ഡി സതീശൻ പറവൂരില് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കാക്കകൾ മലന്ന് പറക്കുന്നത് കാണാനായിട്ട് കാക്കകളൊക്കെ സ്ഥലം വിട്ടു പോവോ അല്ലേ? അതെ, അതൊക്കെ വളരെ മോശമായ പരാമർശമല്ലേ? ഒരിക്കലും അതൊക്കെ എന്ത് പരാമർശമാണ്? വി ഡി സതീശനെതിരെയൊക്കെ പറഞ്ഞ പരാമർശമൊക്കെ സാറിന് എന്താ തോന്നുന്നത്? ഞാൻ വിഷയം മാറി പോകുന്നതല്ല, എന്ത് തോന്നുന്നു? അതൊക്കെ ഒരു വളരെ മോശം പരാമർശമല്ലേ? വെള്ളാപ്പള്ളിയെ പോലൊരു നേതാവൊക്കെ ഒരാളോട് വൈരോഗ്യം തോന്നുക, എന്നിട്ട് എന്തും അങ്ങ് പറയുക. അദ്ദേഹം അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിശയം തോന്നേണ്ട കാര്യമില്ല അയ്യപ്പദാസ്. അദ്ദേഹം ഇതിനു മുമ്പ് ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. PM സുധീരൻ മത്സരിക്കുമ്പോഴേ അദ്ദേഹം ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സമുദായത്തിൽ നമ്മളിൽപ്പെട്ട ആളാണെങ്കിൽ പോലും അയാളെ തോൽപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം. പക്ഷെ അന്നും PM സുധീരൻ ആലപ്പുഴ ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പരസ്യമായിട്ട് ഇറങ്ങിയിട്ട് പോലും ജയിച്ചിട്ടുണ്ട്. അതുപോലെ KC വേണുഗോപാലിനെതിരെയും പറഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ എതിരെയും വളരെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കാര്യമല്ല. അദ്ദേഹം അങ്ങനെ പറയും, രാഷ്ട്രീയത്തിൽ അങ്ങനെ പറയും. പിന്നെ അത് ജയിച്ചു കഴിയുമ്പോൾ പിന്നെ ഒരു വലിയ സമുദായ നേതാവല്ലേ, 10-30 വർഷമായിട്ട് ഒരു സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ ആരും പിന്നെ അങ്ങനെ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് വേദനിപ്പിക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് സതീശൻ അഥവാ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കാക്കകൾ മലന്ന് പറക്കുക എന്നുള്ള കാര്യത്തിൽ കാക്കകളല്ലേ,
AI കാക്കകൾക്ക് മാത്രമേ മറന്നു പറക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ കേരളത്തിലെ കാക്കകളെല്ലാം കൂട്ടത്തോടെ സ്ഥലം വിടേണ്ടി വരും അല്ലേ? ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ. പറവൂരിൽ അദ്ദേഹത്തെ ഇറങ്ങുമെന്നാണ് തോന്നുന്നത്. ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു സൂചന വരുന്നത് പറവൂരിൽ SNDP യോഗത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ അദ്ദേഹം പരസ്യമായിട്ട് സതീശനെതിരെ രംഗത്തിറങ്ങും. അത് തന്നെയല്ല, മറ്റു ചില വിശേഷങ്ങളുണ്ട്. ഇങ്ങനെ വീർത്ത് തവളയെ പോലെ വീർത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ബോഡി ഷേമിങ് നടത്തിയിട്ടുണ്ട് അല്ലേ? അതെ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് സാർ. സാറ് പറഞ്ഞ രണ്ടാമത്തെ വിഷയത്തിൽ കോൺഗ്രസിനെ പൂട്ടാനായി ഒരു തന്ത്രം മെനയുന്നതിന്റെ ഭാഗമാണോ ഭരണകക്ഷികൾ ഇപ്പോൾ ഒരു സൈലന്റിൽ പോകുന്നത്? CPM തന്ത്രിയെ ഇത്ര കണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആകെ പറഞ്ഞ തന്ത്രി പെരുങ്കള്ളനാണ് എന്ന് ഗോവിന്ദന്റെ പരാമർശം. സാധാരണ ഈ പറയുന്ന പോലെ ശിവൻകുട്ടി അതിൽ ഇടപെടുന്നതാണ്. ശിവൻകുട്ടി ഇടപെട്ടിട്ടില്ല ഈ നിമിഷം വരെ. സാർ, അപ്പോൾ സംസ്ഥാന വിജിലൻസ് കാര്യമായൊരു റിപ്പോർട്ട് കൊടിമരവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് വെച്ചുകൊണ്ട് മാർച്ച് 31-നകത്ത് SITയുടെ അവസാനം ഈ സ്വർണ്ണപ്പാളിയിലെ അന്വേഷണത്തിന് റിപ്പോർട്ട് കൊടുക്കുന്ന 31 എന്ന അല്ല സാർ, സാറ് തന്നെ നമ്മൾ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് 31 നൽകുന്നത്. സാർ, അപ്പോൾ ഇത് കോൺഗ്രസിലെ അജയ് തറയിലിനെയോ മറ്റോ ഒക്കെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകത്തക്ക രീതിയിൽ വരെ റിപ്പോർട്ട് പോകാൻ സാധ്യതയുണ്ടോ സാർ? അതൊരു കോളിളക്കം ഉണ്ടാക്കാൻ സാധ്യത, അതുകൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. സാർ, അങ്ങനെ ഒരു കോളിളക്കത്തിനുള്ള ഒരുക്കുകൂട്ടലാണോ ഈ നടത്തുന്നത്, മിണ്ടാതിരിക്കുന്നത് അതിനുവേണ്ടിയാണോ എന്നൊരു സംശയം. സാർ പറഞ്ഞു, എങ്കിലും എനിക്ക് അതിൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഇതിനു വേണ്ടി ഞാൻ ചോദിച്ചത്. അതിന്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ലല്ലോ. പിന്നെ അതിനകത്തിൽ ആകെയുള്ള ആളെന്ന് പറയുന്നത് ശ്രീ അജയ് തറയിലാണ്. പിന്നെ CPMന്റെ മെമ്പർ, ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ മെമ്പറായ CPM പ്രതിനിധിയായ K രാഘവനും ഉണ്ടായിരുന്നു. രാഘവൻ എനിക്ക് തോന്നുന്നു അവസാന ഘട്ടത്തിലാണ് ഇതിനകത്ത് വരുന്നെന്ന് തോന്നുന്നു, മെമ്പർ സ്ഥാനത്തേക്ക് വരുന്നത്. അത് കൃത്യമായിട്ട് ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം. അവസാന ഘട്ടത്തിൽ രാഘവനും വരുന്നുണ്ട്. കൊടിമര പ്രതിഷ്ഠ നടക്കുന്ന സമയത്തും തന്ത്രിക്ക് വാജിവാഹനം എടുത്തു കൊടുക്കുന്ന സമയത്തും ആ സമയത്തും പിന്നെ മെമ്പർ രാഘവനും അവിടെ ഉണ്ട്, ശബരിമലയിലുണ്ട് ആ സമയത്ത്. പക്ഷെ അതിന് മുമ്പ് രാഘവൻ വന്ന പീരീഡിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷേ ഗവൺമെന്റ് ശ്രമിക്കും വെച്ചാൽ മറ്റല്ല, അതിനകത്ത് സംശയം വന്നിട്ടുണ്ട്. ഈ കൊടിമരത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പല വിഷയങ്ങളിലും സംശയം വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് കമ്മീഷണർ ഒരു ASP കുറിപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഹൈക്കോടതിക്ക് ഇത് സംബന്ധിച്ച് വലിയ റിപ്പോർട്ട് കൊടുത്തു. അന്നത്തെ ദേവസ്വം ബെഞ്ച് അത് അംഗീകരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സംശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പക്ഷെങ്കിൽ കേസ് ചാർജ് ചെയ്യാം, കേസ് എടുക്കാം, കേസ് ചാർജ് ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, ഈ SIT ഒരു പക്ഷെങ്കിൽ അന്വേഷിക്കാം. അതല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്നതിന് വേറൊരു SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വേറൊരു SITയെ ദേവസ്വം ബെഞ്ചിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം അവര് തെളിവുകളെല്ലാം പരിശോധിക്കും. പരിശോധിച്ച ശേഷം അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് വിശദമായിട്ട് അന്വേഷിക്കട്ടെ, സ്പെഷ്യൽ ടീം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ പ്രതിപട്ടിക വരും. ഇവർ രണ്ടുപേരുമാണല്ലോ ഇപ്പൊ നിലവിലുള്ളതിൽ പ്രതിപട്ടിക വരാവുന്ന ആള് ഇവർ രണ്ടുപേരുമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാര്, ആ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാര്, അവരും വരാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റേ പൗരോഹിത്യ ചുമതലയുള്ള ആളുകളും അവരും വരാം. അവരെല്ലാവരും ഇതിനകത്ത് സംശയത്തിന്റെ നിലയിലേക്ക് വരാം. അപ്പൊ എന്തൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്? ഇപ്പൊ വാജിവാഹനം കൊണ്ടുവരികയും തന്ത്രിയും ഒരു പക്ഷെങ്കിൽ അതിലേക്ക് വരാവുന്നതാണ്. അതങ്ങനെ നിയമപരമായിട്ടാണോ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ അവിടെ ഉണ്ടായിരുന്ന കമ്മീഷണർക്ക് അദ്ദേഹത്തിന്റെ തന്ത്രിക്ക് കൈമാറാൻ സാധിക്കുമോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഈ വാജിവാഹനം ഇപ്പൊ SITയുടെ എടുത്തിരിക്കുകയാണ്, അവരുടെ കസ്റ്റഡിയിലാണ് കേട്ടോ. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് SIT ആണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. അത് അങ്ങനെ 11 കിലോയാണ്, പഞ്ചലോഹം പൊതിഞ്ഞതാണ്. അതിനകത്ത് 5-1 ഭാഗം സ്വർണമാണ്. അങ്ങനെയൊക്കെയുള്ള വലിയ, അത് തന്നെ അതിന്റെ വാല്യൂ അല്ല ഞാൻ പറയുന്നത്. ഈ ബസ് അതിനകത്തിലെ പിന്നെ വിശ്വാസമൂല്യം വലുതാണ്. അതിന് എത്ര കോടി വേണമെങ്കിലും അതിന് കിട്ടാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ വലിയ സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. അപ്പൊ അത്തരം ആരോപണങ്ങൾ വെളിപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷെങ്കിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഭരണസമിതിക്കെതിരെ കുറ്റപത്രം വരാം. കുറ്റപത്രം വന്ന് തിടുക്കപ്പെട്ട് ചെയ്യുന്നതിനൊന്നും സമയം ഉണ്ടല്ലോ. ഇപ്പൊ ഇനി എങ്ങനെയായാലും തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഒരു 1.5 മാസം സമയം കിട്ടും. കുറ്റപത്രം വല്ലതും കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യാം. അത് പിന്നെ അഥവാ സംശയങ്ങൾ, അവരുടെ മൊഴികളിൽ വല്ല വൈരുദ്ധ്യം വന്നാൽ അറസ്റ്റിലേക്കും പോകാവുന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അജയ് തറയിലും K രാഘവനുമാണ് നിലവിലുള്ളത്, ആ സമിതിയിലുള്ള രാഷ്ട്രീയ നോമിനികൾ എന്ന് പറയുന്നത്. അവരടക്കമുള്ളവര് ഈ പറയുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വരും. അങ്ങനെയാണ് അതിന്റെ സാഹചര്യം നിലവിലുള്ള സാഹചര്യം അതാണ്. സാർ, SIT അന്വേഷണ സംഘം ഈ അവസാന റിപ്പോർട്ട് നൽകുമ്പോൾ ഈ തന്ത്രിയെ ഇപ്പോൾ വെള്ളപൂശുന്നവർ മറിച്ച് പറയേണ്ട സ്ഥിതിയിലേക്ക് പോകും എന്നൊരു തോന്നലില് എന്തെങ്കിലും സാധ്യതയുണ്ടോ സാർ? കാര്യം ഈ SIT അന്വേഷണ സംഘം കോടതി മേൽനോട്ടത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ കോടതിക്ക് ഒരു ഇകഴ്ത്തൽ ഉണ്ടാകില്ലേ? കോടതി കൂടെ നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കോടതിക്കും ഒരു ഇതല്ലേ? SIT അന്വേഷണ സംഘം
കൊട്ടിഘോഷിച്ച് അന്വേഷിച്ച് അവസാനം എല്ലാം നാശകോശമായി പേര് തന്നെ നഷ്ടമാകുന്ന രീതിയിലേക്ക്. കാര്യം എച്ച് വെങ്കടേഷ് ഉണ്ട്, ശശിധരൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറുണ്ട്, അവർക്കെല്ലാം ഒരു പേരുദോഷത്തിലേക്ക് പോകുമോ? അതോ ഇവരിതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഒരു വലിയ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് സാർ, അതുകൂടെ ഒന്ന് പറയാമോ സാർ? അയ്യപ്പദാസ്, ഇത് നമ്മളിതൊന്നും ഈ SIT അന്വേഷണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് SIT നേരെ ദേവസ്വം ബെഞ്ചിനാണ് ഇത് റിപ്പോർട്ടുകൾ കൊടുക്കുന്നത്. ഇത് മറ്റാരും കാണുന്നില്ല. SIT അന്വേഷിക്കുന്ന ADGPക്ക് SP-ക്ക് അറിയാം. അതേപോലെ തന്നെ ദേവസ്വത്തിലെ കേസ് കേൾക്കുന്ന ദേവസ്വം ബെഞ്ചിന്, ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ് കേസ് കേൾക്കുന്നത്, അവർക്കറിയാം. ഇങ്ങനെ 3-4 പേർക്കാണ് എന്തൊക്കെയാണ് അവിടെ ഹാജരാക്കിയിരിക്കുന്ന മൊഴികള്, തെളിവുകള്, ഇതൊക്കെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് പുറത്തേക്കൊന്നും വരുന്നില്ല. പിന്നെ ചില സമയങ്ങളിൽ ഈ റിപ്പോർട്ടിൽ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് കോടതി ചില വിധിന്യായങ്ങൾ എന്ന് പറഞ്ഞ പരാമർശങ്ങൾ നടത്തും. ആ പരാമർശത്തിനകത്ത് നിന്ന് കിട്ടുന്ന ചെറിയ കുട്ടുംപൊടിയും മാത്രമേ നമ്മൾ പുറത്തറിയുന്നുള്ളൂ, അല്ലെ? അത് എന്തെങ്കിലുമൊക്കെ ചെറിയ പരാമർശങ്ങൾ വരും, അത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പിന്നെ കുറച്ച് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ഒരു സിംഗിൾ ബെഞ്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ജഡ്ജിയാണ്, ജാമ്യം കേട്ട ജഡ്ജി ചില നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ നിന്ന് വന്നതാണ്. ഇതല്ലാതെ നമ്മളൊന്നും അറിയുന്നില്ല, നമുക്കറിഞ്ഞുകൂടാ റിപ്പോർട്ടിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും തന്ത്രിയുടെ ജാമ്യം സംബന്ധിച്ച് അവർക്ക് വലിയ ക്ഷീണമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അവരുടെ തെളിവുണ്ടാകും. തെളിവില്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? തന്ത്രിയെ പോലെ ആളിനെ വെറുതെ അറസ്റ്റ് ചെയ്യുമോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് തന്ത്രിയെ പോലെ വലിയ ആരാധ്യനായ ഒരാളിനെ, മറ്റൊരു രാഷ്ട്രീയക്കാരനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ അയ്യപ്പദാസ്. ഒരുപാട് പരിശോധിക്കേണ്ടി വരും. കോടതിയുമായിട്ടൊക്കെ അത്തരം കാര്യങ്ങളിൽ അന്വേഷണങ്ങളും അല്ലെ കൂടിയാലോചനകളൊക്കെ വേണ്ടി വരും. അതിനുശേഷം ആയിരിക്കും. കാരണം തന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് SITക്ക് നല്ല ബോധ്യമുണ്ട്, പോലീസിന് നല്ല ബോധ്യമുണ്ട്, സർക്കാരിനും ബോധ്യമുണ്ടാവും അത്തരം കാര്യങ്ങളിൽ. പക്ഷെ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഇരിക്കുന്ന രേഖകളെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. എന്തൊക്കെയാണ് അവരുടെ ഉണ്ടാകുന്നത്, അവർ 31-ാം തീയതിക്ക് മുമ്പ് ഹൈക്കോടതിയിൽ എന്തൊക്കെ കൊണ്ടു കൊടുക്കും, എന്തൊക്കെയാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴ് ഈ പ്രസന്റ് സ്റ്റേജിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും തെളിവില്ലാതെ തന്ത്രി അറസ്റ്റ് ചെയ്യത്തില്ല എന്ന് മാത്രമേ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും സാർ നമുക്ക് കാത്തിരിക്കാം. മാർച്ച് മാസത്തിൽ ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങും എത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി പോലുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇലക്ഷൻ വരെ ഈ സ്റ്റണ്ട് ഉണ്ടാവുള്ളൂ, അത് പിന്നെ എങ്ങും എത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഭക്തർ കരുതുന്നത് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്ന് തന്നെയായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. തുടർന്ന് മറ്റു വിഷയവുമായി സാറിനെ ബന്ധപ്പെടുന്നതാണ്. താങ്ക് യു സാർ.